ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയുള്ള ദിവസമുണ്ട്. കാരണം ഇന്നാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. സമയം രാവിലെ 7:10 ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകണം. ഇന്നുകൊണ്ട് ഫെയിമിൻ്റെ അവിടുത്തെ പൊറുതി മതിയാക്കിയില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് എന്നെ പറഞ്ഞു വിടും. ഫെയിമിൻ്റെ അവിടുത്തെ സോഫായോടും വൈഫൈയോടും ഫുഡിനോടും ഒക്കെ ഇവിടെ പറയാൻ സമയം ഒന്നും നോക്കില്ല. ചാടി എണീറ്റ് വീട്ടിൽ ചെന്നു, റൂമിൽ ചെന്നിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി നേരെ ഫെയിമിൻ്റെ അടുത്ത് പിന്നെയും ചെന്നു. അവിടെ ചെന്ന് രാവിലെയാണ് ലഞ്ച് നല്ല അടിപൊളി ഉപ്പുമാവും പഴവും പുഴുങ്ങി വെച്ചേക്കുന്നത്. അതെല്ലാം കഴിച്ച് അമ്മാരോട് കുറേ സൊറയും പറഞ്ഞ് ദാ ഈ ഇരിപ്പ് തന്നെ. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടോ. 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് എയർപോർട്ടിലേക്ക് പോകാമെന്നാണ് അഞ്ചും ഫിനും പറഞ്ഞത്. അവരാണ് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി ഇന്ന് വരുന്നത്. ഇന്നത്തെ എൻ്റെ നീണ്ട യാത്രയ്ക്ക് ഒരുവിധ ആപത്തും ഉണ്ടാകാതെ നാട്ടിൽ സേഫായിട്ട് എത്തിക്കണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ലഗേജും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും യാത്രയായി. ഇന്ന് നമ്മളുടെ യാത്ര ഫെബിൻ്റെ കാറിലാട്ടോ. കാരണം ഇനി ഒരു മാസത്തേക്ക് നമ്മുടെ കാറിന് വിശ്രമം കൊടുത്തേക്കുകയാണ്. ഫെബിൻ്റെ ഈ ബാഗൊക്കെ എടുത്ത് വെക്കുന്ന ഉഷാറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവൻ എൻ്റെ നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാൻ ഭയങ്കര താല്പര്യമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഹാമിൽട്ടണിൽ നിന്നും ടൊറാൻഡോ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. എൻ്റെ ഈ യാത്ര ടൊറാൻഡോ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഡൽഹി വഴി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ടൊറാൻഡോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ടെർമിനൽ 1 നിന്നും ഫെബിനോടും അഞ്ചിനോടും ബൈ പറഞ്ഞ് ഞാൻ പയ്യെ ബാഗും എടുത്ത് നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി. ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റിലായിരുന്നു കേട്ടോ. ടൊറാൻഡോയിൽ നിന്നും ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റ് 2 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് അവിടുന്ന് കുറേ കൂട്ടുകാരുമായിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയതറിയില്ല. അങ്ങനെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റിൽ കയറി. ഞങ്ങളപ്പോൾ കാനഡയോട് ബൈ പറഞ്ഞ് ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ടൊറാൻഡോ എയർപോർട്ടിൽ നിന്നുള്ള ആകാശ കാഴ്ചകളും കണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ലഞ്ചും ഡിന്നറും ഒക്കെ കഴിച്ച് ഇനി ഒരു ഉറക്കമാണ്. അപ്പോൾ നമുക്കിനി ഡൽഹിയിൽ വെച്ച് കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.